ഹായ്. ഇന്നത്തെ നമ്മുടെ ലെസൺ രണ്ട് വാക്കുകളെ പറ്റിയാണ്. ബീൻ ആൻഡ് ഗോൺ. ഈ രണ്ട് വാക്കുകൾക്കും ഒരുപാട് യൂസസ് ഉണ്ട്. പല സിറ്റുവേഷനിലും അത് വളരെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ബീൻ ആൻഡ് ഗോൺ ഈ രണ്ട് വാക്കുകൾക്കും ഒരു സിറ്റുവേഷനിൽ മാത്രം ഒരു കൺഫ്യൂഷൻ വരും. അവിടെ ബീൻ വേണോ അതല്ലെങ്കിൽ ഗോൺ വേണോ എന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഇതിൽ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രമേ ആ സെൻറ്റൻസ് കറക്റ്റ് ആവുകയുള്ളൂ, അതല്ലെങ്കിൽ ആ സെൻറ്റൻസ് റോങ് ആവും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷനെ പറ്റി തന്നെയാണ്. ഗ്രാമാറ്റിക്കലി ഈ രണ്ട് വാക്കുകളും എന്താണ്? വാട്ട്സ് ബീൻ, വാട്ട്സ് ഗോൺ. ബീൻ എന്നാൽ ടു ബി എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം എന്ന് പറയാം. അതുപോലെ തന്നെ ഗോൺ എന്നത് ടു ഗോ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. അങ്ങനെ അവിടെ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ഇതിന് ഒരു കൺഫ്യൂഷൻ വരുന്നതും. അപ്പോൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബീൻ നോക്കാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. സൈമൺ ഹാസ് ബീൻ ടു ചൈന. ഇവിടെ നമ്മൾ ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചത് ബീൻ ആണ്. അതിനർത്ഥം സൈമൺ ചൈനയിൽ പോയിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീൻ ആണ് അവിടെ ഉപയോഗിച്ചത്. അതിനർത്ഥം സൈമൺ ചൈനയിൽ പോയി, ഹി വെൻറ്റ് ടു ചൈന. അത് കഴിഞ്ഞ് സൈമൺ റിട്ടേൺ ഫ്രം ചൈന. ചൈനയിൽ പോയി തിരിച്ചു വന്നു. അവിടെയാണ് നമ്മൾ ബീൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സൈമൺ ഹാസ് ബീൻ ടു ചൈന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈമൺ ചൈനയിലല്ല, ചൈനയിൽ പോയി തിരിച്ചു വന്നു. അത് സൈമണിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അവന് ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹി ഹാസ് ബീൻ ടു ചൈന. They have been to Disneyland. They have been to Disneyland. അവർ ഡിസ്നിലാൻഡിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഡിസ്നിലാൻഡിലല്ല, അവർ ഡിസ്നിലാൻഡിൽ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട്, അതല്ലെങ്കിൽ ഒരു 2 hours, ഒരു 1 day അവിടെ നിന്നു തിരിച്ചു പോന്നു. ഇപ്പോൾ അവർ ഡിസ്നിലാൻഡിൽ അല്ല. They have been to Disneyland. അത് അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. They have been to Agra. അവർ ആഗ്രയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ ആഗ്രയിലല്ല, പോയി തിരിച്ചു വന്നു. ദേ വെൻ ടു ആഗ്ര, ദേ റിട്ടേൺ ഫ്രം ആഗ്ര. അപ്പോൾ ലൈഫ് എക്സ്പീരിയൻസസ് പറയുമ്പോൾ ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഗോൺ നോക്കാം. സൈമൺ ഹാസ് ഗോൺ ടു ചൈന. ഹാസ് ഗോൺ ടു ചൈന എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് പോയി. ഹി വെൻറ്റ് ടു ചൈന. ഇപ്പോൾ ഹി സ്റ്റിൽ ദർ. അവൻ റിട്ടേൺ ചെയ്തിട്ടില്ല. സൈമൺ ചൈനയിൽ നിന്ന് റിട്ടേൺ ചെയ്തിട്ടില്ല. ഹി വെൻറ്റ് ടു ചൈന ബട്ട് ഡിഡിൻ റിട്ടേൺ ഫ്രം ചൈന. പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ റീസെൻ്റ്ലി ആവാം, ഒരു 2 days അല്ലെങ്കിൽ ഒരു 1 week മുൻപ് ആകാം. ഇപ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈമണെ കാണുന്നില്ല. വെർ ഇസ് സൈമൺ? അപ്പോൾ സൈമൺ ഹാസ് ഗോൺ ടു ചൈന. സൈമൺ ചൈനയിലേക്ക് പോയി. അപ്പോൾ അവൻ ഇവിടെ സ്ഥലത്തില്ല, ഇവിടെ ഇല്ല, അവൻ ചൈനയിൽ തന്നെയാണ്. ഹീ സ്റ്റിൽ ദർ. അപ്പോഴാണ് നമ്മൾ ഗോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീൻ ആൻഡ് ഗോൺ. ഇനി കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് ആകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഉപയോഗം എങ്ങനെ എന്ന് മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസ്, ജെയിൻ ഹാസ് ദ ഷോപ്പ്. ഹീ ബോട്ട് സം കേക്ക്സ്. വുഡ് യു ലൈക്ക് ടു ഹാവ് വൺ? ഇവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വേണ്ടത്? ബീൻ ആണോ ഗോൺ ആണോ എന്നാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. ആ സെൻറ്റൻസ് നോക്കുക. ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞ് രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഹീ ബോട്ട് സം കേക്ക്സ് എന്നാണ്. ആ സെൻറ്റൻസിൽ നിന്ന് വ്യക്തമാണ് അവൻ തിരിച്ചു വന്നു. ഹീ ബോട്ട് സം കേക്ക്സ്, അവൻ കുറച്ച് കേക്ക്സ് വാങ്ങി. അതിൽ നിന്ന് വളരെ ക്ലിയറാണ് അവൻ തിരിച്ചു വന്നു, ഷോപ്പിൽ പോയി തിരിച്ചു വന്നു എന്നുള്ളത്.
അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ബീൻ ടു ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ജോൺ ഹാസ് ജസ്റ്റ് ബീൻ ടു ദ ഷോപ്പ്. ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ബീൻ ടു. നെക്സ്റ്റ് സെൻറ്റൻസ്, ജോൺ ഹാസ് ഡാഷ് ദ ഷോപ്പ്. ഹി വിൽ ബി ബാക്ക് ഇൻ എബൌട്ട് 10 minutes. ഇവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ എന്താവും? ബീൻ ആണോ ഗോൺ ആണോ? ഫസ്റ്റ് സെൻറ്റൻസിലാണ് ബ്ലാങ്ക് സ്പേസ് ഉള്ളത്. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഹി വിൽ ബി ബാക്ക് ഇൻ എബൌട്ട് 10 minutes. അവൻ തിരിച്ചു വരും 10 minutesൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. അതിനർത്ഥം അവൻ തിരിച്ചു വന്നിട്ടില്ല എന്നല്ലേ, ഷോപ്പിൽ പോയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ടില്ല. ഹി ഹാസ് ഗോൺ. ഗോൺ എന്നാൽ തിരിച്ചു വന്നിട്ടില്ല, ഷോപ്പിലേക്ക് പോയിട്ടേ ഉള്ളൂ, തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവിടെ വേണ്ടത് ഗോൺ. ഗോൺ ടു. നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ആർ യു ഗോയിങ് ടു ദ മെഡിക്കൽ ഷോപ്പ്? നോ, ഐ ഹാവ് ഓൾറെഡി ഡാഷ്. ഐ ബോട്ട് മെഡിസിൻ ആൻഡ് ഷാംപൂ. ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അടുത്ത സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു ദ മെഡിക്കൽ ഷോപ്പ് എന്നാണ് ചോദിക്കുന്നത്. നോ, ഐ ഹാവ് ഓൾറെഡി ഡാഷ്. അവിടെ ഗോൺ ആണോ ബീൻ ആണോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ ബോട്ട് മെഡിസിൻ ആൻഡ് ഷാംപൂ. ഞാൻ മെഡിസിനും ഷാംപൂ ഒക്കെ വാങ്ങിക്കഴിഞ്ഞു. ഐ ഹാവ് ഓൾറെഡി ബീൻ. കാരണം തിരിച്ചു വന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ വാങ്ങിയത്. ഐ ഹാവ് ഓൾറെഡി ബീൻ ആണ് അവിടെ വേണ്ടത്, ഗോൺ അല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ. ആലിസ് ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മോമെൻറ്റ്. ആലിസ് അറ്റ് ദ മോമെൻറ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഷീ ഈസ് ഡാഷ് ദ ഷോപ്പ് ടു ബൈ സം സ്വീറ്റ്സ്. കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി അവൾ ഷോപ്പിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആലിസ് ഇവിടെ ഇല്ല എന്നുള്ള സെൻറ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഷീ ഹാസ് ഗോൺ. ഗോൺ ആണ്. ഗോൺ ടു ദ ഷോപ്പ്. ഷീ ഈസ് ഡാഷ് ദ ഷോപ്പ് ടു ബൈ സം സ്വീറ്റ്സ്. അവിടെ വേണ്ടത് ഗോൺ ടു. കാരണം ആൾ തിരിച്ചു വന്നിട്ടില്ല. ഷീ ഹാസൻ കം ബാക്ക് എറ്റ്. അപ്പോൾ അവിടെ വേണ്ടത് ഗോൺ ടു. നെക്സ്റ്റ് എക്സാമ്പിൾ. ഹാവ് യു എവർ ബീൻ ടു ദി ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് അറ്റ് ദ ഹൈ സ്ട്രീറ്റ്? ഹൈ സ്ട്രീറ്റ് ഒരു സ്ട്രീറ്റിൻ്റെ നെയിം. ആ സ്ട്രീറ്റിലുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അയാൾക്കുണ്ടോ? നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായി ഒരാളോട് ചോദിക്കുന്നു. അപ്പോൾ ആൾ നമ്മുടെ അടുത്തുണ്ട്, അയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഡയറക്റ്റായിട്ട് അയാളോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ വേണ്ടത് ബീൻ ടു. ഇനി വേറെ 2 എക്സാമ്പിൾ, 2 സെൻറ്റൻസസ് പറയാം. അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ആലോചിച്ചിട്ട് എഴുതുക. അവിടെ ബീൻ വേണോ ഗോൺ വേണോ എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പറയാം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ഡാഷ് ടു ഇറ്റലി മെനി ടൈംസ് ആൻഡ് ഐ ആം ഗോയിങ് എഗെയിൻ നെക്സ്റ്റ് സമ്മർ. ഞാൻ ഇറ്റലിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നെക്സ്റ്റ് സമ്മറിൽ വീണ്ടും അവിടേക്ക് പോകുന്നു. അവിടെ എന്തായിരിക്കും വേണ്ടത്? ബീൻ ആണോ ഗോൺ ആണോ എന്ന് എഴുതുക. അതുപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വേർ ഇസ് ദ ടീച്ചർ? ഷീ ഈസ് ഡാഷ് ടു ദ ടീച്ചേഴ്സ് റൂം ടു പിക്കപ്പ് സം ബുക്സ്. വേർ ഇസ് ദ ടീച്ചർ എന്നാണ് ചോദിക്കുന്നത്. ടീച്ചർ അപ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് ബ്ലാങ്ക് സ്പേസിൽ എന്തായിരിക്കും വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് എഴുതുക. ഷീ ഈസ് ഡാഷ് ടു ദ ടീച്ചേഴ്സ് റൂം ടു പിക്കപ്പ് സം ബുക്സ്. കുറച്ച് ബുക്ക് എടുക്കാനായി ടീച്ചേഴ്സ് റൂമിലേക്ക് പോയിരിക്കുകയാണ്. ടീച്ചർ അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവിടെ ബ്ലാങ്ക് സ്പേസിൽ എന്തായിരിക്കും വേണ്ടത്? കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.